بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا ولمشايخنا وللوالدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم افتح بالخير واجعل عاقبة أمورنا خيرا اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ ജീവിതത്തെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ, തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും നബിതങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഉഹദ് രണാങ്കണത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജറ 3-ാമത്തെ വർഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഉഹദിൻ്റെ ഏകദേശം സംഭവ വികാസങ്ങളൊക്കെ അവസാനിക്കുന്നത് വരെയുള്ളത് നമ്മൾ പറഞ്ഞു. ഉഹദിൻ്റെ രണാങ്കണത്തിൽ വീരചരിതം രചിച്ച മഹാന്മാരായ സഹാബാക്കളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കോമൺ പോയിൻ്റ് ഉണ്ട്. ഒരു മൊത്തത്തിൽ നമുക്ക് എല്ലാവരുടെ ചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പാഠം, അത് നമ്മൾ സാധാരണ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയൊക്കെ സമയവും സമ്പത്തും അധ്വാനവും ഒക്കെ ചെലവഴിക്കണമെന്ന് പറയുമ്പം നമ്മൾ കുറേ ന്യായങ്ങൾ പൊക്കിക്കൊണ്ടുവരാറുണ്ട്. ഉഹദിൽ വീരചരിതം കുറിച്ച മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളങ്ങനെ സാധാരണ ന്യായമായി കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ന്യായമേ അല്ല, ഒരു കാരണമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സമയം ചെലവഴിക്കാൻ പറയുമ്പം, അല്ലെങ്കിൽ ദീനിയായ എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടപെടാൻ പറയുമ്പോൾ നമ്മുടെ തിരക്കാണ് ഒരു കാരണം പറയാം. കച്ചവടത്തിൻ്റെ തിരക്ക്, ജോലി തിരക്ക്, ലോഡ് ഇറങ്ങണം, ലോഡ് കയറ്റണം, അല്ലെങ്കിൽ രാവിലെ പോകണം, പിന്നെ വൈകുന്നേരം വരാൻ കഴിയുന്നുള്ളൂ, ജോലി തിരക്ക് ഭയങ്കര കൂടുതലാണ്, സീസൺ ടൈമാണ്, ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് നമ്മൾ പറയൽ. പക്ഷേ ഉഹദിലെ രണാങ്കണത്തിലെ മഹാന്മാരായ സഹാബാക്കളെക്കുറിച്ച് പഠിക്കുമ്പം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരൊക്കെ അന്നത്തെ കാലഘട്ടത്തെ മില്യനെയറായിരുന്നു, വലിയ വലിയ പണക്കാരന്മാരായിരുന്നു, വലിയ വലിയ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരായിരുന്നു. പക്ഷെ അതൊന്നും അവർക്കൊരു തടസ്സമായില്ല. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ന്യായം അങ്ങ് പൊളിഞ്ഞു വീഴുക. പിന്നെ നമ്മൾ പലപ്പോഴും പ്രായം ഒരു ന്യായമായിട്ട് പറയാറുണ്ട്. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് പ്രായം ഒരുപാടായി, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ പ്രായത്തിലേക്ക് ഇതൊക്കെ മനസ്സിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ വലിയ ന്യായമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് വന്ന മഹാന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എത്ര പ്രായമുള്ള ആളുകളെക്കുറിച്ച് പഠിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ഹൈസമ റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് വാപ്പയും മോനും അടി കൂടുന്നു. ആ സംഭവം നമ്മൾ പറഞ്ഞല്ലോ. മകന് നറുക്ക് വേണ്ടിയിട്ട് മകൻ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു, വാപ്പ കാത്തിരിക്കുന്നു. ഉഹദിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം വന്ന് പങ്കെടുക്കുന്നു, ഷഹാദത്ത് വരിക്കുന്നു, വയസ്സായ സഹാബിയാണ്. അതേപോലെ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ യമാൻ, അദ്ദേഹം പ്രായം കൂടുതലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലിരുത്തിയിട്ട് പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇരിക്കപ്പുറത്ത് കിട്ടാതെ യുദ്ധത്തിലേക്ക് വരുന്നു. ലാസ്റ്റ് കൺഫ്യൂഷൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ വാളിന് തന്നെ ഇരയായിട്ട് കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്തു കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രായമാണെങ്കിൽ അള്ളാഹ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് നിർത്തും. ഇവർ ഷഹീദായില്ലേ, ഇവർക്കെന്താ പ്രായമില്ലായിരുന്നോ എന്ന് നമ്മളോട് ചോദിക്കും. പിന്നെ നമ്മൾ പറയാൻ സാധ്യതയുള്ളത്, പ്രത്യേകിച്ചും പിന്നെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സ്ത്രീകൾ, ഞാനൊരു പെണ്ണല്ലേ എന്ന് പറയും. നിങ്ങളെപ്പോലെ ആണുങ്ങളായിരുന്നെങ്കിൽ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ഒരു പെണ്ണായിപ്പോയില്ലേ, അതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് അള്ളാഹു നമ്മൾ കഴിഞ്ഞ ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഇതുവരെയും പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ, ആണുങ്ങളായ നമുക്ക് പോലും മാതൃകയാകുന്ന ദീനിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ച സ്ത്രീകൾ, അവർക്ക് അവരുടേതായ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ പലതും ചെയ്യാൻ പറ്റും. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ആ ന്യായവും നമ്മളത് തകരും. പിന്നെ പലപ്പോഴും നമ്മൾ പല വേദനകളെക്കുറിച്ച് പറയാറുണ്ട്. നടുവേദന, മുട്ടുവേദന,
പണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഞാൻ നിന്ന് നമസ്കരിക്കുമായിരുന്നു, സുജൂദ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല. അതും ഒരു ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മൾ ഉമ്മു ഇമാറ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് 13 മുറിവുകളേറ്റു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 10-25 മുറിവുകളേറ്റു. ഒരു മുറിവ് കാരണം അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ പിന്നെ ഞൊണ്ടി നടക്കേണ്ടി വന്നു. അദ്ദേഹം മുടന്തനായിപ്പോയി. വേദനകൾ അവരും സഹിച്ചിരുന്നു. അത് നമ്മളെപ്പോലെ പടം മറിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറുങ്ങനെ ലിഗമെൻ്റ് തെറ്റിയിട്ടുള്ള വേദനയല്ല, വാളുകൊണ്ട് വെട്ടിമുറിക്കപ്പെട്ട വലിയ 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 മുറിവുകളാണ് അവർ സഹിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉഹദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിലുള്ള മഹാന്മാരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന ഒരുപാട് ന്യായങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വീഴാണ്. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് കുറച്ചിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ബാക്കി നിങ്ങൾ പഠിച്ച ചരിത്രമൊക്കെ മുമ്പിൽ വെച്ചിട്ട് ആലോചിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ സഹാബികൾ സഞ്ചരിച്ച പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് അവരെത്തിയ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനത്തിൽ പറഞ്ഞിരുന്നു ഒരു സഹാബിയെക്കുറിച്ച്. ആ സഹാബി ഉഹദ് രണാങ്കണത്തിൽ ഭയങ്കരമായിട്ട് പോരാടിയിട്ട് ഷഹീദായി. അവസാന സമയത്ത് അദ്ദേഹത്തിന് വലിയ 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 ഭാഗ്യങ്ങൾ ലഭിച്ചു. അതൊക്കെ കണ്ടിട്ട് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞു, അഥവാ മരിക്കുന്നുണ്ടെങ്കിൽ ആ വഹബിനെ പോലെ, ആ മുസ്നി സഹാബിയെ പോലെ മരിക്കണം, ആ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാനും മാത്രം ഉയർന്ന ദറജയിലെത്തിയ ഒരു സഹാബിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വഹബ് അൽ മുസ്നി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരപുത്രൻ ഹാരിസ് ബിൻ ഉഖബ അൽ മുസ്നി റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും ഉഹദ് നടക്കുന്ന സമയത്ത് മുസൈന മലയിടുക്കിൽ നിന്ന് കുറച്ച് ആടുകളെയും കൂട്ടിയിട്ട് മദീനത്തേക്ക് അവർ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോയതാണ്. മദീനത്ത് വന്ന് നോക്കുമ്പം മദീന ഫുള്ള് കാലി, പുരുഷന്മാരെ ഒന്നും കാണുന്നില്ല. അവർ ചോദിച്ചു, ഐനന്നാസ്, ജനങ്ങളെവിടെ? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അവരൊക്കെ ഉഹദിലേക്ക് പോയിരിക്കുകയാണ്, അവിടെ ശത്രുക്കളുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതറിഞ്ഞതോടുകൂടി പാവങ്ങളായി 2 സഹാബാക്കൾ അവരുടെ ആടുകളൊക്കെ അവിടെ ഇട്ടിട്ട് കയ്യിൽ കിട്ടിയ സാധനവുമായി നേരെ ഉഹദിലേക്ക് ഓടി. അവരുടെ എത്തിയപ്പോൾ വദ്ദൗലത്തുൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബിഹി, വിജയം ആരുടെ പക്ഷത്തായിരുന്നു ആ സമയത്ത്? ആദ്യം മുസ്ലിമീങ്ങൾ വിജയിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം കിട്ടിയിരിക്കുന്ന സമയത്താണ് ഇവർ ഉഹദിലേക്ക് എത്തുന്നത്. ഇവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നബി തങ്ങളുടെ കൂടെയും സഹാബാക്കളുടെ കൂടെ ഗനീമത്ത് സ്വത്ത് വാരുന്നതിൽ ഇവരും മുഴുകി. അപ്പോഴാണ് മലയുടെ പിന്നിലൂടെ ആര് വരുന്നത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും ഇക്രിമ റളിയല്ലാഹു അൻഹും അവരുടെ സൈന്യവും കൊണ്ടുവരുന്നത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ചില്ലറ സെക്കൻഡുകൾ കൊണ്ട് അവസ്ഥകൾ മുഴുവനും മാറി മറിഞ്ഞു. നമ്മൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഭാഗത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലേറ്റായി വന്ന ഉമ്മു ഇമാറ റളിയല്ലാഹു അൻഹയെ പോലെ അതേപോലെ തന്നെ മുസ്നി സഹാബാക്കളെ പോലെ ഇവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പിന്നിലാണ് ഉണ്ടായിരുന്നത്. നബിതങ്ങളാണ് ഇവരുടെ നടുക്ക് പെട്ടുപോയത്, 2 ഭാഗത്തു നിന്നും വരുന്ന ശത്രുക്കളുടെ നടുക്ക് പെട്ടുപോയത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് ഈ 2 സഹാബാക്കൾ ഉണ്ടായിരുന്നത്. അവസ്ഥകൾ മാറി മറിഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹു ഒപ്പം നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ കലുഷിതമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ടീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം വെച്ചിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിലേക്ക് നോക്കിയിട്ട് മല്ലി ഹാദിഹിൽ കതീബ, ഈ ചെറിയ സംഘത്തെ നേരിടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് റെഡിയുണ്ട് എന്ന് ചോദിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു പറയാം, അപ്പോഴത്തേക്ക് ഈ വഹബ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അനലഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ പോയിക്കോളാം. അങ്ങനെ അദ്ദേഹം ആദ്യം ഈ വരുന്ന സംഘത്തെ മുഴുവൻ അമ്പെയ്തുകൊണ്ട് അവരെ തുരുത്തി ഓടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സംഘം ആളുകൾ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മല്ലി ഹാദിഹിൽ കതീബ, ഈ ഒരു സംഘത്തെ നേരിടാൻ ആര് തയ്യാറുണ്ട്? അപ്പോഴും ആര് ചാടി എഴുന്നേച്ചു? അന യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് ഈ മുസ്നി സഹാബി എഴുന്നേറ്റു. 2ാമത്തെ തവണ അദ്ദേഹം ഈ ചെറു സംഘത്തെ വാളുകൊണ്ട് വെട്ടിയിട്ടാണ് തുരുത്തി ഓടിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും കാത്തു. 3ാമതും ഒരു സംഘം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യഖൂമു ലിഹാഉലാ, ഇവർക്ക് വേണ്ടി ആരാണ് എഴുന്നേറ്റ് നിൽക്കുക എന്ന് ചോദിച്ചു. അപ്പോഴും മുസ്നി സഹാബി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. 3ാമത്തെ പ്രാവശ്യവും അദ്ദേഹം തയ്യാറായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരു വാക്കും കൂടി ആഡ് ചെയ്തു, ഖും, എഴുന്നേൽക്ക്, വഅബ്ശിർ ബിൽ ജന്ന, സന്തോഷം കൊണ്ട് നീ സ്വർഗം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിഞ്ഞോ എന്നുകൂടി പറഞ്ഞു. ഫഖാമൽ മുസ്നി മസ്റൂറൻ, അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു സൂര്യൻ ഉദിച്ചതുപോലെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ചാടി എഴുന്നേറ്റു. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, വല്ലാഹി ലാ അഖീലു വല അസ്തഖീൽ, ഇനി ഞാൻ പിന്നോട്ട് മാറൂല, ഈ ഒരു അവസരം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല.
ഷഹാദത്ത് വരിച്ചിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്ന് അദ്ദേഹം പറയുകയും ശത്രുക്കളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇരിച്ചു കയറി ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ വെട്ടി 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 അവരെ ഇങ്ങനെ കീറി മുറിച്ച് അപ്പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു ഒറ്റയ്ക്ക്. പിന്നെ അവിടുന്ന് രണ്ടാമത് ശത്രുക്കളുടെ ഇടയിലേക്ക് കയറി എല്ലാവരെയും വെട്ടി 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 ഇപ്പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം പോയിക്കൊണ്ടേയിരുന്നു ശത്രുക്കളുടെ ഇടയിലൂടെ. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ഈ ഷഹാദത്ത് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. ഞാൻ ഷഹാദത്ത് ആഗ്രഹിച്ചിട്ട് തന്നെയായിരുന്നു പോയത്, അത് അള്ളാഹുവിനറിയാം. പിന്നീട് ഖാദിസിയ യുദ്ധത്തിൻ്റെ സമയത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സംഭവം പറയാം, സഅദ് റളിയല്ലാഹു അൻഹു, അന്ന് ഞാൻ ഷഹാദത്തിന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് പോയതെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം. പക്ഷേ അങ്ങനെ 2-3 പ്രാവശ്യം പോയപ്പോഴേക്കും മൂന്നാമത്തെ തവണ അദ്ദേഹം പോകാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ശത്രുക്കൾ മുഴുവനായിട്ടും വളഞ്ഞു. ശത്രുക്കളുടെ നടുക്ക് പെട്ടുപോയി. അവർ വാളുകൊണ്ട് വെട്ടാനും കുന്തം കൊണ്ട് കുത്താനും തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് ഇത് കാണുന്നുണ്ട്. ആർക്ക് വേണ്ടി അദ്ദേഹം ഈ ത്യാഗം സഹിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ്. അപ്പം വീണ്ടും ഈ സഹാബിക്ക് അടുത്തൊരു ഭാഗ്യം, നബി തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദുആ വന്നു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ആ പാവത്തിന് നീ കരുണ ചെയ്യണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അദ്ദേഹം ശക്തമായി പോരാടി. പക്ഷേ ഇത്രയും അധികം ശത്രുക്കളുടെ നടുവിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം മറിഞ്ഞു വീണു. സഅദ് റളിയല്ലാഹു അൻഹു പറയാ, മരണശേഷം അദ്ദേഹത്തെ പോയി ഞങ്ങൾ നോക്കിയപ്പോൾ ഏകദേശം 20ഓളം കുന്തത്തിൻ്റെ കുത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇങ്ങനെ ആഞ്ഞു പതിച്ചിരുന്നു. അതിൽ ഓരോ കുത്തും അദ്ദേഹത്തിൻ്റെ മരണത്തിന് മതിയാകുന്ന അത്രയും വലിയ കുത്തായിരുന്നു ഓരോ കുത്തും. അങ്ങനെ 20 കുത്തു കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, അന്ന് ശത്രുക്കൾ വളരെ വികൃതമാക്കിയ, പിന്നെ വളരെയധികം അലങ്കോലപ്പെടുത്തിയ ശരീരത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശത്രുക്കൾ വികൃതമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെയായിരുന്നു. ഒന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കീറി മുറിച്ച് കളഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു പറയാം, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഖിഫൻ അലൈഹി വഹുവ മഖ്തൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് കിടക്കുന്ന ഷഹീദായി കിടക്കുന്ന ഈ സഹാബിയുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ മുന്നിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. നബി തങ്ങളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും അല്ലേ, എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ പ്രായമുള്ള ആൾ അല്ലെങ്കിൽ ഉസ്താദിനെ പോലത്തെ ഒരാൾ ഒരു കല്യാണ പരിപാടിക്ക് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഉസ്താദിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറില്ല, കസേരയില്ല. അപ്പോൾ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ കസേരയില്ല. അപ്പോൾ ഇയാളോട് സ്നേഹമുള്ള ആദരവുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ, ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ചെയർ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ആ ബഹുമാനത്തിൻ്റെ പേരിൽ ഓടിയെന്ന് വിചാരിക്കാം. ആ ഓടുന്നതിനിടയിൽ കല്യാണ ഹാളിൽ വെള്ളത്തിൽ ചവിട്ടി തെന്നിയിട്ട് അയാൾ എല്ലാവരുടെ മുന്നിലും മറിഞ്ഞു വീണു എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ആ എല്ലാവരുടെ മുന്നിലും മറിഞ്ഞു വീണ് ദേഹത്തൊക്കെ കച്ചറയായി നിൽക്കുന്ന ഇയാളോട് ഈ മനുഷ്യന്, ആർക്ക് വേണ്ടിയാണോ ഇയാൾ ഓടിയത്, ആ വയസ്സായ മനുഷ്യൻ, ആ ഉസ്താദിന് എത്ര സ്നേഹം ഉണ്ടാവും, എത്ര അല്ലേ. എനിക്ക് കസേര എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് പാവം വീണത്, ദേഹത്തൊക്കെ കച്ചറയായി, എല്ലാവരും മുമ്പിലും നാണം കിട്ടും, നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവുമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പാവപ്പെട്ട മുസ്ലിം സഹാബി മരിച്ചു കിടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയല്ല, റഹ്മത്തുൽ ആലമീനാണ്. ഹൃദയം മുഴുവൻ റഹ്മത്ത് നിറഞ്ഞിരിക്കുന്ന മഹാനുഭവനാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലയിക്കുമ്പോൾ ഈ പാവം ഇങ്ങനെ വികൃതമാക്കപ്പെട്ടത്, 20ഓളം കുത്ത് കൊണ്ടത്, അദ്ദേഹം മരിച്ചു വീണത് എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ? നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു അൻഹു പറയാ, നബി തങ്ങൾ ആ മയ്യത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അത് മതി സഹാബിക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റളിയല്ലാഹു അൻക ഫഇന്നി അൻക റാളിൻ. അള്ളാഹു നിന്നെ തൊട്ട് തൃപ്തിപ്പെടട്ടെ, കാരണം മുസ്നിയെ ഞാൻ നിന്നിൽ തൃപ്തനാണ് കേട്ടോ. അല്ലാഹു അക്ബർ. അള്ളാഹു നിന്നെ തൊട്ട് തൃപ്തിപ്പെടട്ടെ മുസ്നി സഹോദര, സഹാബി, കാരണം ഞാൻ നിന്നിൽ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയാ, സുമ്മ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ അലാ ഖദമൈ. അദ്ദേഹത്തെ മണ്ണിലേക്ക് വെക്കാൻ വേണ്ടി പോകുമ്പോൾ, ഖബറിലേക്ക് വെക്കാൻ വേണ്ടി പോകുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു. വഖദ് നാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജറാഹി മാ നാലഹു. നബി തങ്ങൾക്ക് അത്രയും മുറിവേറ്റിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് നന്നായി അറിയാം, അന്നൽ ഖിയാമ ലയശുഖു അലൈഹി, നബി തങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ സഹാബിയെ ഖബറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലഹദ് എന്നാണ്, ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റുന്ന ഖബറാണ് മദീനത്തൊക്കെ. അപ്പോൾ ആ ഖബറിൻ്റെ ലഹദിൻ്റെ ഉള്ളിൽ വെക്കുന്നത് വരെ ഈ വേദന സഹിച്ച് റസൂലുള്ള ഖബറിൻ്റെ മേലെ നിന്നു എന്നാണ്. ആ സഹാബിയുടെ ഭാഗ്യം നോക്കണേ. ഒരു ദിവസം മരിക്കും. നമ്മളിങ്ങനെ സേഫ് സോണിൽ നിന്നതുകൊണ്ട്, കളത്തിലിറങ്ങാതെ കളിച്ചതുകൊണ്ട് ഒരുപാട് കാലം നമ്മൾ ജീവിക്കൊന്നുമില്ല. നമ്മൾ എന്തായാലും മരിക്കും. ആ സഹാബിയും മരിച്ചു, നമ്മളും മരിക്കും. ഏത് മരണം? നമ്മുടെ മരണം എവിടെ, സഹാബിയുടെ മരണം എവിടെ? നമ്മൾ ശരിക്കും ആലോചിക്കണം. അങ്ങനെ ലഹദിൽ വെക്കുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. എന്നിട്ട് വെച്ചു എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പച്ച അടയാളമുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് നബി തങ്ങൾ ഊരി.
ഇത് നബി തങ്ങൾ തന്നെ മുബാറക്കായ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖവും തലയും ഒക്കെ മറച്ചു. അപ്പം അതിൻ്റെ നീളമുള്ള ഭാഗം കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശരീരവും ഇങ്ങനെ മറച്ച് അദ്ദേഹത്തിൻ്റെ കണങ്കാലിൻ്റെ പകുതി വരെ എത്തിയപ്പോഴത്തേക്ക് ബാക്കി പൊതിയാൻ വേണ്ടി വസ്ത്രം പോലും ഇല്ല. അപ്പം നബി തങ്ങൾ പെട്ടെന്ന് ഹർമൽ പുല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അത് പ്രത്യേകതരം പുല്ല. ആ പുല്ല് കൊണ്ടുവന്നു. ആ പുല്ല് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളോട് മറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് ഒട്ടിനിന്ന മുബാറക്കായ ആ ബുർദത്ത്, ആ പുതപ്പിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കഫൻ ചെയ്തുകൊണ്ട് ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു എന്നാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുക, മുസ്നി മരിച്ച അവസ്ഥയിൽ മരിച്ചിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായ മറ്റൊരു മരണവും ഇല്ല. എന്തായാലും മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ കാണണ്ടേ. അങ്ങനെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരുടെ മരണം മരിക്കണം എനിക്ക്? മുസ്നി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം, വഹബ് അൽ മുസ്നി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം മരിക്കണമെന്ന് അദ്ദേഹം പറയും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അഹബ്ബ മീതത്തിൻ അമൂതു ലിമാ മാത അലൈഹ അൽ മുസ്നി, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മരണം അത് മുസ്നി മരിച്ചതുപോലെ മരിക്കലാണെന്ന്. എത്ര വലിയ ഭാഗ്യ! റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ തട്ടിയിട്ട് റളിയല്ലാഹു അൻക ഫഇന്നി അൻക റാളിൻ എന്ന് പറഞ്ഞു. നബി തങ്ങൾ അത്രയും വേദന സഹിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ മേലെ നിന്നു പുറത്തു വരാതെ മനസ്സുകൊണ്ട് എത്ര ദുആ ചെയ്തിട്ടുണ്ടാവും. ബാക്കി സഹാബി കേട്ടതാ പറഞ്ഞത്. എന്നിട്ടോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ പുതപ്പ് വെച്ചിട്ട് അദ്ദേഹത്തെ പുതച്ചു. എന്നിട്ട് ആ ഖബറിലേക്ക് വെച്ചു. അതായിരുന്നു സഹാബാക്കൾ. ഒന്നും നഷ്ടപ്പെട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി, പക്ഷേ കാലാകാലത്തേക്കുള്ള സ്വർഗം അദ്ദേഹം പണിതു. ഇനി വേദനകളില്ല, ഇനി വ്യഥകളില്ല, ടെൻഷനുകളില്ല, ഒന്നുമില്ല. സ്വർഗത്തിൽ അദ്ദേഹം ഇങ്ങനെ ഉല്ലസിക്കുകയാണ്. അത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ആ സഹോദര പുത്രൻ എഴുന്നേറ്റു, യുദ്ധം ചെയ്തു. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. രണ്ടുപേരും വഹദിൻ്റെ രണാങ്കണത്തിൽ മരിച്ചു. പേര് മറക്കരുത്. ഒന്ന് വഹബ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു, സഹോദര പുത്രൻ്റെ പേര് ഹാരിസ് ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹു. ഇനി അടുത്തതായി നമുക്ക് പറയേണ്ടത് വഹദിൽ തന്നെ വീര ഷഹാദത്ത് വരിച്ച രണ്ട് സഹാബാക്കളെ കുറിച്ചാണ്. അതിനു മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ ഈ ആഴ്ച ഞാൻ വായിക്കാനിടയായി. വളരെ രസകരമായ, നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്ന രണ്ട് സംഭവം. അത് നിങ്ങളോട് പറയാനാണെങ്കിൽ എനിക്കൊന്ന് മുട്ടിയിട്ട് നിങ്ങൾ അനുവാദം ഉണ്ടെങ്കിൽ പറയാം. അനുവാദമുണ്ടോ? അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ സമയം മെനക്കെടുത്തി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് നബി തങ്ങളുടെ ചരിത്രം പറഞ്ഞു പൂർത്തിയാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം. എന്തെങ്കിലും പറഞ്ഞു സമയം കളഞ്ഞാൽ പോരാ. അപ്പോൾ അഥവാ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റൂ. പറയാതിരിക്കാൻ കൊണ്ട് വയ്യ. കാരണം അത്രയും ആവേശം കൊള്ളിക്കുന്ന, നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്ന രണ്ട് സംഭവം. അത് പറയാലേ ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഇമാം തബരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന സംഭവം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൂക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു, ചന്തയിലൂടെ. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു ആണ് സംഭവം പറയുന്നത്. അദ്ദേഹം പറയാ, സൂക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ വടി ഉണ്ടാവും. ആ വടിയെക്കുറിച്ച് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വടിയാണ്. നമ്മൾ പറഞ്ഞു തോന്നല്ലേ, ഒന്നുകിൽ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സിൽ പറഞ്ഞു, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചൊരു വടിയാണ് അത്. ഒരു ഏകദേശം ചാട്ടവാറ് പോലെയുള്ള ഒരു വടി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് മുമ്പിൽ ഈ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഫഖഫകനി ഖഫ്ഖതൻ, എന്നെ ഒന്ന് ചെറുക്കനിങ്ങനെ ഒന്ന് തട്ടി. പക്ഷെ ആ തട്ട് എൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കൊണ്ടുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമി താനി തരീഖ്, വഴിയിൽ നിന്ന് മാറി നിൽക്കുന്ന സഹോദര, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കടന്നുപോയി. സംഭവം അവിടെ അവസാനിച്ചു. അദ്ദേഹം ഒന്ന് തന്നെ തട്ടി, ഒന്ന് കുത്തി. ആ കുത്തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമേ തട്ടിയുള്ളൂ. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ മാറി നിന്നു. അദ്ദേഹം അങ്ങ് കടന്നു പോവുകയും ചെയ്തു. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാം, അതിനുശേഷം കൃത്യം ഒരു വർഷം കഴിഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞു? 365 ദിവസം. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ വർഷത്തെ ഹജ്ജിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ സലമ തുരീദുൽ ഹജ്ജ, സലമ നീ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നാം അമീറുൽ മുഅ്മിനീൻ, പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് നേരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് 600 ദിർഹം തന്നു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജിന് ഈ വർഷം നീ പോകണം, ആ യാത്രക്ക് വേണ്ടിയിട്ട് ഈ പണത്തെ നീ ഉപയോഗപ്പെടുത്തുകയും വേണം, അതിന് വേണ്ടിയിട്ട് നീ ചിലവഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം, ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ഞാൻ സന്തോഷത്തോടു കൂടി തിരിച്ചു നടക്കുന്ന സമയത്ത് വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വഅലം സലമ, നീ അറിഞ്ഞോ, അന്നഹാ ബിൽ ഖഫ്ഖത്തില്ലതി ഖഫഖ്തുക്, പണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ നിന്നെ ഒന്ന് തട്ടിയില്ലേ, ഒന്ന് കുത്തിയില്ലേ, ആ കുത്തിന് പകരാട്ടോ ഈ 600 ദിർഹം എന്ന് വിളിച്ചു പറഞ്ഞു. സലമാൻ റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് അത്ഭുതമായി. കാരണം ഞാനത് ഓർക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ ഒരു വർഷം കഴിഞ്ഞില്ലേ, എവിടെ ഓർമ്മ, വസ്ത്രത്തിൽ ചെറുക്കനൊരു തട്ട് തട്ടിയത്. ഞാൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മാ ദകർതുഹ, അമീറുൽ മുഅ്മിനീൻ, മഹാനവറുകളെ, എനിക്കത് ഓർമ്മയേ ഇല്ലായിരുന്നു.
ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, വ അന മാ നസീതുഹ, നീ അത് ഓർക്കുന്നില്ലെങ്കിലും സഹോദര, ഞാൻ അതിന് ഇതുവരെയും മറന്നിട്ടില്ല കേട്ടോ. 365 ദിവസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹം മറന്നിട്ടില്ല. അത് പൊരുത്തപ്പെടിപ്പിച്ചു, പറഞ്ഞു തീർത്തു. എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ എങ്ങാനും നമ്മൾ മരിച്ചു പോയാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മുടെ കയ്യിൽ എത്ര വലിയ അമലുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കുറേ തഹജ്ജുദ് നമസ്കാരമുണ്ട്, കുറേ നോമ്പുണ്ട്, ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, അതിലെന്തെങ്കിലും കുറവ് വന്നാൽ അള്ളാഹു അത് മാപ്പാക്കും. പക്ഷേ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അള്ളാഹു അത് മാപ്പാക്കൂല, അയാൾ തന്നെ മാപ്പാക്കണം. അത് ഉമർ റളിയല്ലാഹു അൻഹു നന്നായി അറിയാം. കാരണം ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഇബാദത്ത് കുറവാണോ? ആരാ ഉമർ റളിയല്ലാഹു അൻഹു? അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. 4 ഖലീഫമാരിൽ ഒരാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് എത്ര പ്രാവശ്യം ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ് റളിയല്ലാഹു അൻഹു എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇബാദത്തിൻ്റെ ഒരു കുറവും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നന്നായി അറിയാം, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു അവിവേകം കാണിച്ച് അയാളുടെ പൊരുത്തമില്ലാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിന്നാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് നന്നായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം 600 ദിർഹം കൊടുത്തിട്ട് അത് പൊരുത്തപ്പെടിപ്പിച്ചത്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ മാത്രം എല്ലാവരോടും പൊരുത്തം ചോദിച്ചാൽ മതിയാവില്ല. കാരണം ഹജ്ജിനേക്കാൾ ഉംറയേക്കാൾ വലിയൊരു യാത്ര നമുക്ക് ചെയ്യാനുണ്ട്. ആ യാത്ര ചിലപ്പോൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ പോലും അതിന് സമയമുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അള്ളാഹു എപ്പോഴും നമ്മളെ വിളിക്കാം. ആ യാത്രക്ക് നമ്മൾ മരണമെന്നാണ് പേരിടാറ്. അപ്പോൾ ആ മരണമെന്ന യാത്രക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ എല്ലാവരോടും പൊരുത്തപ്പെടിക്കണം. ഇന്ന് നമുക്കങ്ങനെ ഒരു തീരുമാനിച്ചോട്ടെ. ഞാനും ഇൻഷാ അല്ലാഹ്, ഞാൻ നിങ്ങളെ ഉപദേശിക്കല്ല, എന്നോട് തന്നെ പറയുക. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ ഭയങ്കര ആവേശത്തോടുകൂടി പൊരുത്തം ചോദിക്കണമെന്നൊക്കെ തീരുമാനിച്ച് മനസ്സിനിങ്ങനെ പറഞ്ഞ് റെഡിയാക്കി പൊരുത്തം ചോദിക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് പോകുമ്പം നല്ല പ്രതികരണമൊന്നും ആയിരിക്കുമല്ലോ. പിന്നെ ഇത്രയും കാലം നിനക്ക് മനസ്സ് വന്നിട്ടില്ല, ഇപ്പോഴാണോ നീ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങോട്ട് ആക്ഷേപിക്കും. സഹിച്ചിരുന്നോ? കാരണം നമ്മുടെ ആവശ്യം ഓൻ പൊരുത്തം തരിക എന്നുള്ളത് ആരുടെ ആവശ്യം? നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യം. ഓൻ പൊരുത്തം തരുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഓനെ സോപ്പിട്ടിട്ട് പൊരുത്തം വാങ്ങിക്കണം. കാരണം ഇത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കടങ്ങളും എല്ലാ അവകാശങ്ങളും വീട്ടിയിട്ട് പ്യുവറായിട്ട് സലീമായിട്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാൻ. ഒന്നും ഇവിടെ ബാക്കി വെക്കാൻ പറ്റൂല. അല്ലാഹു ആ രീതിയിൽ നമ്മളെ കബൂലാക്കുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയത്, നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് തന്നെ കാണിച്ചു തരുമാറാകട്ടെ. ഇതൊന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൃത്യൻ അസ്ലം റളിയല്ലാഹു അൻഹു വളരെ രസകരമായ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുമായിട്ട് നടന്ന വളരെ മനോഹരമായ ഒരു സംഭവം. ഇമാം ഫസവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മഅരിഫത്തു വത്താരീഖ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അസ്ലം റഹിമഹുല്ലയിലേക്ക് എത്തുന്ന ഒരു സനദിലൂടെ അദ്ദേഹം വിവരിക്കുന്ന സംഭവം ഇത്. അസ്ലം എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ്. മൗല എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ട അടിമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11 റബീഉൽ അവ്വലിൻ്റെ അന്ന്, റബീഉൽ അവ്വൽ മാസത്തിൽ. ഇതുപോലുള്ള റബീഉൽ അവ്വൽ മാസം 12-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. ആ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടുള്ള ദുൽഹജ്ജ് മാസത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഹിജ്റ 11 ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിടത്തുനിന്നാണ് ഈ അസ്ലം റഹിമഹുല്ല അടിമയായിട്ട് അവിടെ വിൽക്കപ്പെടുന്നത് കാണുകയും അദ്ദേഹത്തെ വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം അസ്ലം റഹിമഹുല്ലയെ മോചിപ്പിച്ചു. പക്ഷേ ഭൃത്യനായിട്ട് അസ്ലം റഹിമഹുല്ല ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞു. താബിഈകളിൽപ്പെട്ട ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു. തൻ്റെ മക്കളെക്കാൾ എല്ലാ വിഷയത്തിലും അസ്ലം റഹിമഹുല്ലയെ അദ്ദേഹം മുന്തിക്കുമായിരുന്നു. മക്കളെ അയക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഈ ഭൃത്യനെ അസ്ലം റഹിമഹുല്ലയെ അയക്കുമായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ അസ്ലം റഹിമുള്ള പറയാം, സാധാരണ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മക്കളടുക്കലേക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അയച്ചാൽ എന്നോട് പറയുമായിരുന്നു, ഞാൻ എന്തിനാണ് അവനെ വിളിപ്പിക്കുന്നത് എന്ന് അവരോട് പറയരുത് എന്ന് പറയുമായിരുന്നു. വിളിപ്പിക്കാൻ വേണ്ടി അയച്ചാൽ എൻ്റെ മോൻ്റെ അടുത്ത് പോയി അവനെ വിളിച്ചിട്ട് വരണം, എന്തിനാണ് ഞാൻ വിളിപ്പിക്കുന്നത് എന്ന് അവനോട് പറയരുതെന്ന് പറയും. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ലി അല്ലാ യുലഖിനഹു ശൈത്താനു കിസ്ബതൻ, കാരണം എന്തിനാണെന്ന് നീ പറഞ്ഞാൽ തിരിച്ച് വരുന്ന വഴിക്ക് എന്നോട് പറയാനുള്ള ന്യായം അവനിങ്ങനെ ആലോചിച്ച് കൂട്ടും ആ സമയത്ത്, വരുന്ന സമയത്ത്. അപ്പോൾ ശൈത്താൻ എന്ത് ചെയ്യും, ചിലപ്പോൾ അവന് പല കള്ളങ്ങളും ഇങ്ങനെ ഓതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെറുതെ ശൈത്താൻ അവനെ സഹായിച്ച് പല കള്ളങ്ങളും മെനഞ്ഞിട്ട് ന്യായവുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി നിന്നോട് പറഞ്ഞാൽ കാരണം എന്താണ് എന്ന് നീ അവരെ അറിയിക്കാതെ വിളിച്ചിട്ട് വരണം എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അസ്ലം റഹിമുള്ള പറയാം, ഒരു ദിവസം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആൺമക്കളിൽപ്പെട്ട ഒരാളുടെ ഭാര്യ കടന്നു വന്നു. അവർ പറഞ്ഞു, ഇന്ന അബ ഈസ ലാ യുൻഫിഖു അലയ്യ വലാ യക്സൂനി. ഉമർ അള്ളാഹുവിൻ്റെ ഒരു പരാതിയായിട്ടാണ് പറഞ്ഞത്, അബു ഈസ എനിക്ക്
ചെലവിനും പൈസ തരുന്നില്ല, വസ്ത്രങ്ങളും വാങ്ങിത്തരുന്നില്ല, എന്നെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അബൂ ഈസ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മകൻ്റെ കുനിയത്താണ്. കുനിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഉമ്മ് അല്ലെങ്കിൽ അബ് എന്ന വാക്ക് ചേർത്തിട്ട് മക്കളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന ഒരു വിളിപ്പേരാണ്. സാധാരണ അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ് എന്നൊക്കെ സഹാബാക്കൾക്ക് അല്ലെങ്കിൽ അറബികൾക്ക് പേരുണ്ടാവും. അതിനോട് കൂടി തന്നെ അബ് ചേർത്തിട്ട് അല്ലെങ്കിൽ ഉമ്മ ചേർത്തിട്ട് മക്കളിലേക്ക് ചേർത്തിട്ട് ഒരു വിളിപ്പേരും കൂടി ഉണ്ടാവും. അതിനാണ് കുനിയത്ത് എന്ന് പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുനിയത്താണ് അബുൽ ഖാസിം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുനിയത്താണ് അബു ഹഫ്സ് റളിയല്ലാഹു അൻഹു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുനിയത്ത്, ആ കുനിയത്ത് ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഇന്ന അബ ഈസ, നിങ്ങളുടെ മകൻ അബൂ ഈസ എനിക്ക് ചെലവിന് തരുന്നില്ല, എനിക്ക് വസ്ത്രങ്ങളും തരുന്നില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. എന്താ? അദ്ദേഹം ചോദിച്ചു വൈ ഹക്ക് മൻ അബൂ ഈസ, ആരാടാ ഈ അബൂ ഈസ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ആരാണ് അബൂ ഈസ എന്നോ? ഇബ്നുക ഫുലാൻ, നിങ്ങളുടെ ഇന്ന മകൻ, അല്ലാതെ പിന്നെ ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദേഷ്യം വരാനുള്ള കാരണം എന്താ? അബൂ ഈസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മലയാളത്തിൽ പറഞ്ഞ അബൂ ഈസ, ഈസയുടെ വാപ്പ എന്നാ. നമുക്ക് പൊതുവെ പരിചയമുള്ള ഈസ ഏത് ഈസയാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പയുണ്ടോ? ഇല്ല. ഈ മകൻ തൻ്റെ മകനിലേക്ക് ചേർത്തിട്ടാണ് അബൂ ഈസ എന്ന് പേരിട്ടെങ്കിലും പുറത്ത് കേൾക്കുന്ന ആൾ അബൂ ഈസ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് എന്താ ഓർമ്മ വരാ? ഈസയുടെ വാപ്പാന്ന്. അത് ഉമർ റളിയല്ലാഹു അൻഹു തീരെ പിടിച്ചില്ല. ഒരു മര്യാദയില്ലാത്ത പേര് വെക്കലായിപ്പോയി, മര്യാദയില്ലാത്ത കുനിയത്ത് വെക്കലായിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ചൂടായി. എന്നിട്ട് ചോദിച്ചു വഹൽ ഈസ മിൻ അബ്, ഈസാ നബിക്ക് വാപ്പയോ? ഒരു വല്ലാത്ത കുനിയത്ത് തന്നെയാണല്ലോ, എന്താ ഇത്? പെട്ടെന്ന് ദേഷ്യത്തിൽ വന്നു പറഞ്ഞ പരാതിയേക്കാൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നെന്താ? അബൂ ഈസ എന്നുള്ള കുനിയത്ത് വെച്ചത് അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. അദ്ദേഹം അസ്ലം റഹിമുള്ള പറയാം, എന്നോട് പറഞ്ഞു ഉദ്ഉ ലി ഫുലാൻ വലാ തുഖ്ബിറുഹു, ഈ പറഞ്ഞ ഇവളുടെ ഭർത്താവ് എൻ്റെ മകനെ വിളിച്ചിട്ട് വരണം, ഞാൻ എന്തിനാ വിളിക്കുന്നതെന്ന് അവനോട് പറയരുത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ. അസ്ലം റഹിമഹുല്ല നേരെ ഈ മകൻ്റെ അടുക്കലേക്ക് പോയി. മകൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു നിൻ്റെ വാപ്പ നിന്നെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നീ പോയി ഉത്തരം നൽകാമെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ മകൻ പേടിച്ചു. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഒരു കുറ്റം ഒരാൾ ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ അയാൾക്ക് പേടി അതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കോടതിയിൽ പോയി നിൽക്കലായിരുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അത്രയും ഹൈബത്തും വക്കാറുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ അന്ന് പേടിച്ച് കിടുകിടാ വറക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കുറ്റകൃത്യങ്ങൾ കുറവായിരുന്നു. അത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെ പേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആ ശിക്ഷയ്ക്ക് മുമ്പ് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ട അവസ്ഥയില്ലേ, അത് ആലോചിച്ചിട്ട് ആളുകൾ പെട്ടെന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു എന്നാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളൊരു സംഭവമുണ്ട്. ഇമാം ബൈഹഖി റഹിമഹുല്ല തൻ്റെ സുനനുൽ കുബ്രയിൽ വിശദീകരിക്കുന്നുണ്ട് ആ സംഭവം. എന്താ സംഭവം? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു മോശം സ്ത്രീ, വ്യഭിചാരവും മറ്റ് ആഭാസ വൃത്തങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഈ മോശം പ്രവൃത്തിയിലൂടെ ഗർഭിണിയായി. അപ്പോൾ അവർ ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ തൻ്റെ സദസ്സിലേക്ക് വിളിപ്പിച്ചു, കോടതിയിലേക്ക് വിളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ സ്ത്രീ ബേജാറാകുകയും പേടിക്കുകയും അങ്ങനെ ആ പേടിയുടെയും ബേജാറിൻ്റെയും പേരിൽ ഇവളുടെ ഗർഭം അലസിപ്പോവുകയും ഇവൾ മാസം എത്താതെ പ്രസവിക്കുകയും കുഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്തു. കുഞ്ഞ് മരിച്ചുപോയി. ഈ വാർത്ത ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നോക്കണേ, അപ്പം അത്രയും ഹൈബത്തുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിന്. ആ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അറിഞ്ഞപ്പോൾ തന്നെ ആ പേടി കൊണ്ട്, ആ വിറയൽ കൊണ്ട് അവരുടെ ഗർഭം തന്നെ അലസിപ്പോയി. അപ്പം എത്ര പേടി ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഉമർ റളിയല്ലാഹു അൻഹു ഈ വാർത്ത അറിഞ്ഞതോടുകൂടി പിന്നെ പേടി ആ സ്ത്രീയിൽ നിന്ന് മാറി ആരിലേക്കായി? ഉമർ റളിയല്ലാഹു അൻഹുവിന്. കാരണം ഇതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു, പേടിയായി. ആഖിറത്തിൽ അള്ളാഹു എന്നെ പിടിച്ചു നിർത്തുമോ? അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ വന്ന് ജീവിച്ചിരിക്കുന്ന മുഹാജിരീങ്ങളായ മുഴുവൻ സഹാബാക്കളെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ കാരണം ഒരു ജീവൻ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ എൻ്റെ മേൽ കുറ്റമുണ്ടോ? ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യണം? മുഹാജിരീങ്ങളായ സഹാബാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഉമ്മ അലൈക യാ അമീറുൽ മുഅ്മിനീൻ ഷൈ, അങ്ങേക്ക് മേൽ ഒരു കുറ്റവും ഇല്ല. ഇന്നമ അൻത മുഅല്ലിമുൻ വ മുറബ്ബിൻ, അങ്ങൊരു മുഅല്ലിമാണ്, ഒരു മുറബ്ബിയാണ്, അങ്ങേക്ക് അങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങയുടെ മേൽ കുറ്റമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെ പറഞ്ഞു. വഫിൽ ഖൗമി അലിയുൻ, ഈ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അലിയുൻ സാക്കിത്തുൻ, അലി റളിയല്ലാഹു അൻഹു മാത്രം ഒന്നും മിണ്ടാതെ നിശബ്ദമായിരിക്കുകയായിരുന്നു. ഖാല, ഉമർ റളിയല്ലാഹു അൻഹു അത് നോട്ട് ചെയ്തു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ തഖൂലു അൻത യാ അബുൽ ഹസൻ, അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങെന്ത് പറയുന്നു? അബുൽ ഹസൻ എന്നത് അലി റളിയല്ലാഹുവിൻ്റെ കുഞ്ഞത്താണ്, മകനിലേക്ക് ചേർത്തുകൊണ്ട്. അങ്ങെന്ത് പറയുന്നു? അങ്ങയുടെ ഈ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അഖൂൽ, ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ ആളുകൾ അങ്ങയെ സുഖിപ്പിക്കാൻ വേണ്ടി അവരുടെ ഇച്ഛക്കനുസരിച്ചിട്ടാണ് മറുപടി പറഞ്ഞതെങ്കിൽ അവർ പാപികളാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവർ. ഇനി അഥവാ അവർ ഇജ്തിഹാദ് ചെയ്തിട്ട് അവർ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്തിയതാണെങ്കിൽ അവർക്ക് പിഴവ് പറ്റി, ഈ വിഷയത്തിൽ അവർ പറഞ്ഞതല്ല ശരി.
ഉമർ റളിയല്ലാഹു ചോദിച്ചു പിന്നെ എന്താണ് ശരി? അലി റളിയല്ലാഹു പറഞ്ഞു അങ്ങ് ഈ വിഷയത്തിൽ അവളെ ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചെങ്കിലും വിളിപ്പിക്കുന്നതിനൊരു രീതിയും കോലമൊക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നുമല്ല വിളിക്കേണ്ടത്. അതുകൊണ്ട് മനഃപൂർവ്വമല്ലെങ്കിലും ആ കൊലക്ക് അങ്ങ് കാരണമായതിൻ്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുടെ കുറ്റത്തിന് അങ്ങ് നഷ്ടപരിഹാരം നൽകണം, ദിയ്യത്ത് നൽകണം. അത് നൽകിയാലേ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഈ ഉത്തരവാദിത്തം നീങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സദഖ്ത യാ അബുൽ ഹസൻ, അബുൽ ഹസൻ അങ്ങ് പറഞ്ഞതാണ് ശരി, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ദിയ്യത്ത് കൊടുക്കാമെന്ന് പറയുകയും ആ ദിയ്യത്ത് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല നിലപാടുകളും അലി റളിയല്ലാഹു അൻഹു എടുത്തതിൻ്റെ പേരിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ പറയുമായിരുന്നു ലൗല അലിയുൻ ലഹലക ഉമർ, അലി എങ്ങാണം ഇല്ലായിരുന്നെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു നശിച്ചു പോകുമായിരുന്നു എന്ന് പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറയായിരുന്നു. അലി ഇല്ലെങ്കിൽ ഉമർ നശിച്ചു പോകുമായിരുന്നു റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ ശ്രേഷ്ഠത തിരിച്ചറിയുന്നവരായിരുന്നു, അവർ പൊക്കി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പലരും വലിയ വലിയ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ഗൗരവകരമായ ഒരു കാര്യം ഈ അവസാന സമയത്തായിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ശക്തമായി എഴുതിക്കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്ന് വള ആക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയാളിയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിഴവുകൾ തുറന്നു കാട്ടാൻ, അദ്ദേഹത്തിന് പറ്റിയ അബദ്ധങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഞാനൊരു പുസ്തകം എഴുതുന്നു, അതിലൂടെ ഞാൻ എല്ലാം തുറന്നു പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാർ. ഇവരെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയാലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ പറ്റിയ ഒരു പൊടിയുടെ അത്ര പോലും ആയിത്തീരാൻ വേണ്ടി ഇവർക്ക് കഴിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് അദ്ദേഹത്തിന് പിഴവ് പറ്റിയോ ഇല്ലേ എന്ന് ഇവിടെ നിന്ന് മാർക്കിടാൻ പോകുന്നത്. അല്ലാഹു അക്ബർ. പക്ഷേ കേട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കരുത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് അങ്ങനെയുള്ള ഫിത്നയിൽ പോയി തലവെച്ച് കൊടുക്കുന്നത് പാടില്ലാത്തതാണ്, ഹറാമായ കാര്യമാണ്, കേൾക്കാനേ പാടില്ല. എനിക്കൊരു മുത്തഅല്ലിമായ സുഹൃത്താണ് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നത്, ഈ പോഡ്കാസ്റ്റിൻ്റെ ഞാൻ അയച്ചു തന്നത്. രാത്രിയാണ്, എന്തോ ഭാഗ്യക്കേടിന് ഞാൻ രാത്രിയാണ് കേട്ടത്. അല്ലാഹു അക്ബർ. കേട്ടിട്ട് വല്ലാത്ത ബേജാറായിപ്പോയി. ഭാര്യയും മക്കളൊക്കെ അടുത്തുണ്ട്, പക്ഷേ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹു പുറത്തു തരട്ടെ, അത് കേട്ടതിൻ്റെ പേരിൽ കുറേ ഇസ്തിഗ്ഫാർ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇബ്രാഹിം സ്വലാത്ത് കുറേ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഇബ്രാഹിം സ്വലാത്ത് ആവർത്തിച്ച് പറഞ്ഞു, എൻ്റെ ഈമാൻ ഒന്നുകൂടി ഉറക്കാൻ വേണ്ടിയിട്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുൻകൂട്ടി അള്ളാഹു നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, പിൽക്കാലത്ത് ഒരു സമൂഹം വരും, അവർ എൻ്റെ അഹ്ലു ബൈത്തിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. അതുകൊണ്ട് 2 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്തിട്ട് പോകുന്നു. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തെ അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അവരെ പൊന്നുപോലെ നോക്കണേ എന്ന് 1000 വട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പോയത് വെറുതെ അല്ല. ഇവർക്കെല്ലാം എന്ത് അർഹതയുള്ളതല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വേണ്ടിയിട്ട് മറുപടി പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു മുഴുവൻ ഫിത്നകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആരും തലവെച്ച് കൊടുക്കരുത് അങ്ങനെയുള്ള ഫിത്നകൾക്ക്. അവരൊന്നും പറയപ്പെടാൻ പോലും, ചില ആളുകൾക്ക് ഫേമസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പല കളികളും നിങ്ങൾക്ക് ഫേമസ് ആവാൻ വേണ്ടി, എന്നിട്ടൊന്നും ഫേമസ് ആവില്ല. അപ്പോൾ പിന്നെയോ യുക്തിവാദിയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 4 ചീത്ത പറയും. ഇനി യുക്തിവാദിയല്ല മുസ്ലിം ആണെങ്കിലോ അവന് സഹാബാക്കൾക്കെതിരെ 4 ചീത്ത പറയും. അപ്പം ഈമാനുള്ളിലുള്ള നമുക്ക് സഹിക്കാൻ പറ്റൂല, നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ പോകും. അതോടുകൂടി അവൻ ഫേമസ് ആയി മാറും, അവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കും. അള്ളാഹു മുഴുവൻ ഫിത്നകളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാണ്. ചുരുക്കി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരത്തെ സംഭവത്തിലേക്ക് മടങ്ങി വരാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കോടതിയിലേക്ക് വിളിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞാൽ അയാൾ പേടിച്ചു ഉറക്കുമായിരുന്നു. ഈ മകനെ നിൻ്റെ വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മകനും പേടിയായി. അസ്ലം റഹിമുള്ള പറയാ, അവൻ എന്നോട് ചോദിച്ചു എന്തിനാ എന്നെ വിളിച്ചതെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അസ്ലം റഹിമുള്ള അറിയാം, ഞാൻ ഈ മകൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ദജാജത്തും ഒരു ദീക്കും ഉണ്ട്. ദജാജത്ത് എന്ന് പറഞ്ഞാൽ, ദജാജത്ത് ദീക്കും എന്ന് പറഞ്ഞാൽ ഒരു പിടക്കോഴിയും ഒരു പൂവൻ കോഴിയുണ്ട്. അത് പ്രത്യേക ഒരു വർഗ്ഗത്തിൽപ്പെട്ട, പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു പിടക്കോഴിയും പൂവൻ കോഴിയുമാണ്. നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. ചില റിവായത്തുകൾ ഹിന്ദിയൈനി എന്ന് വരുന്നുണ്ട്. ഹിന്ദി, നമ്മളിപ്പോൾ പേർഷ്യൻ തത്ത എന്നൊക്കെ പറയുന്ന പോലെ ഹിന്ദി ഇനത്തിൽപ്പെട്ട ഒരു പിടക്കോഴിയും ഒരു പൂവൻ കോഴിയായിരുന്നു, കൂടിയ സാധനം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല എന്തിനാണ് എൻ്റെ ഉപ്പ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞുതരോ ചോദിച്ചു. അപ്പോൾ അസ്ലം റഹിമുള്ള പറയാം, ഞാൻ പറഞ്ഞു ഇല്ല, പറയാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ മകൻ പറഞ്ഞു, നമുക്കൊരു ചെറിയ ഡീലിലെത്താം, അഥവാ നീ എനിക്ക് കാരണം പറഞ്ഞു തന്നാൽ ഈ 2 കോഴിയെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അസ്ലം റഹിമുള്ള പറയാം, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഡീൽ അംഗീകരിക്കാം, പക്ഷെ ഒരു ഷർത്തുണ്ട്, ഒരു വ്യവസ്ഥ ഉണ്ട്. എന്താ? നീ ഉപ്പാനോട് ഒരിക്കലും പറയരുത് ഞാൻ നിന്നോട് പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ അത് നീ എനിക്ക് ഉറപ്പ് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ഒരു ഡീലിലെത്തി. അസ്ലം റഹിമഹുല്ല അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഈ 2 കോഴിയെ കൊടുത്തു. അങ്ങനെ ഈ പിടക്കോഴിയെ പൂവൻ കോഴിയെ എടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അതിനുശേഷം ഫലമ്മ റജഅതു ഇല ഉമർ,
ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ ഖാലലി, എന്നെ കണ്ട മാത്രയിൽ അവിടുന്ന് ചോദിച്ചു, അഖ്ബർതഹു, നീ അവനെ വിളിക്കുമ്പോൾ എന്തിനാ വിളിപ്പിച്ചതെന്ന് പറഞ്ഞോ എന്ന് എന്നോട് ചോദിച്ചു. ഇത് ചോദിച്ചപ്പം ഫവല്ലാഹി മസ്തതഅതു അൻ അഖൂല ലഹു ലാ, അള്ളാഹുവാണ് അദ്ദേഹത്തോട് ഇല്ല എന്ന് കളവ് പറയാൻ എൻ്റെ നാവ് പൊന്തിയില്ലാതാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ, കളവ് പറയാനല്ലേ ഇവർ തീരുമാനിച്ചത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നോ എന്ന് പറയാൻ, കളവ് പറയാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ്. എൻ്റെ നാവ് ഇറങ്ങിപ്പോയി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഞാൻ മാനവറുകളെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഫഖാല ഉമർ, അടുത്ത ചോദ്യം, അറശാക്ക, നിനക്ക് മോൻ വല്ല കൈക്കൂലിയും തന്നോ? കുൽത്തു, വീണ്ടും ഞാൻ പറഞ്ഞു, നഅം, അതെ, കൈക്കൂലിയും തന്നു. എല്ലാം ഓരോന്നായി പുറത്തേക്ക് വരിക. ഖാല മാ റശാക്ക, എന്താണ് നീ നിനക്ക് അവൻ കൈക്കൂലി തന്നത്? കുൽത്തു ദജാജതൻ വദീകൻ, ഒരു പൂവകോഴിയും ഒരു പിടക്കോഴിയും, ഇതാണ് എനിക്ക് കൈക്കൂലിയായിട്ട് തന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഉമർ അസ്ലം റഹിമഹുല്ലാഹ് പറയാം, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇടത് കൈ കൊണ്ട് എൻ്റെ വലത് കൈ ഇങ്ങനെ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ വലത് കൈയിട്ടുണ്ടായിരുന്ന നേരത്തെ പോലെ ആ ദിറത്തില്ലേ, ആ ചെറിയ വടി ചാട്ടവാറ് പോലത്തെ, അതുകൊണ്ട് തന്നെ ടപ്പാ എന്ന് പറഞ്ഞ് അടിക്കാനും തുടങ്ങി. അൻസു, ഞാനാണെങ്കിൽ അടി കൊണ്ടിട്ട് ഇങ്ങനെ ചാടുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നക ലജലീദുൻ, നീ ഭയങ്കര കരുത്തുള്ളവനാണ്, നിനക്ക് എൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാന്ന് തോന്നുന്നു, ഞാൻ അടിക്കുന്ന അടിയൊന്നും നിനക്ക് ഏശുന്നില്ലോടാന്ന് പറഞ്ഞിട്ട് എന്നെ 2-3 അടി അടിച്ചു എന്നാണ്. അത്ര മനോഹരമായ കാലഘട്ടമാണല്ലേ അത്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ അവിടെ ജീവിക്കാനുള്ള ആഗ്രഹം തോന്നും. അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടെങ്കിൽ എന്ന് നമുക്ക് പൂതിയായി പോവാം. ഇൻഷാ അല്ലാഹ് ഈ മഹാന്മാരെ സ്വർഗത്തിലെത്തിയിട്ടെങ്കിലും നേരിട്ട് കാണണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. അതിനുശേഷം തൻ്റെ ഈ മകൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു. എന്നിട്ട് മകനെ ആദ്യം വഴക്ക് പറഞ്ഞ എന്തിനാ? മറ്റേ പ്രശ്നത്തിലല്ല, പിന്നെയോ അബൂ ഈസ സുമ്മ ഖാല ലിബ്നി അതതകന്ന ബി അബി ഈസ, നീ അബൂ ഈസ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞത്ത് വെക്കാനും മാത്രം ആയോടാ? വഹൽ ഈസ മിൻ അബ്, ഈസാ നബിക്ക് വാപ്പ ഉണ്ടെന്ന് നീ പറയുകയോ? അത് പാടില്ല. ആരാ നിനക്ക് ഇതിന് അവകാശം തന്നെ? അതല്ലാത്ത എത്ര കുഞ്ഞത്തുകളുണ്ട്, അതൊക്കെ വെച്ചാൽ പോലെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ വിഷയത്തിൽ ആ തിരുത്ത് നൽകി, രണ്ടാമത് മറ്റേ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയവും പരിഹരിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം, അസ്ലം റഹിമഹുള്ളയെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം താബിഈ പണ്ഡിതനായിരുന്നു, സഹാബിയല്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, അദ്ദേഹത്തെ മക്കളെക്കാൾ പല വിഷയങ്ങളിലും മുന്തിച്ചിരുന്നു. ഇതാരറിഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അപ്പോൾ അസ്ലം താബിയാണ്, ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബിയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ അസ്ലം റഹിമഹുല്ലാഹ് ഭയങ്കരമായിട്ട് ബഹുമാനിക്കുമായിരുന്നു, അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങേയറ്റം ബഹുമാനിച്ചത്? അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ട്, വാപ്പയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ബഹുമാനിക്കൽ വാപ്പയോടുള്ള ബഹുമാനത്തിന് തുല്യമാണെന്ന് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കേട്ടാൽ അതിന് അപ്പുറത്തേക്കും ഇബ്നു ഉമർ പോകുമായിരുന്നില്ല, ഇപ്പുറത്തേക്കും പോകുമായിരുന്നില്ല. അതുകൊണ്ട് വാപ്പ മുൻഗണന നൽകിയിരുന്ന ഈ അസ്ലം റഹിമഹുള്ളയെ ഇബ്നു ഉമർ റഹിമഹുല്ലാഹ് ഭയങ്കരമായിട്ട് ബഹുമാനിക്കുക, റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് ബഹുമാനിക്കുമായിരുന്നു. അതാണ് മഹാന്മാർ. അങ്ങനെയാണ് സഹാബാക്കൾ മഹാന്മാർ. ഈ അദബ് കൊണ്ട്, അനുസരണ കൊണ്ട്, ബഹുമാനം കൊണ്ട്, അങ്ങനെയൊക്കെയാണ് അവർ മഹാന്മാരായി മാറിയത്. ഇനിയൊരു സംഭവം കൂടി കേൾപ്പിച്ചുതരാം. അത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതാണ്. ബുഖാരി മുസ്ലിം എന്ന് പറയുന്നില്ല, അതിൽ മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. സാധാരണഗതിയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് മക്കത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കഴുത ഉണ്ടാവും. അത് ഈ ഒട്ടകത്തിൻ്റെ മേലെ തന്നെ കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്ത് മടുപ്പ് വരുമ്പോൾ അദ്ദേഹം ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ കഴുതപ്പുറത്ത് കയറിയിട്ട് കുറച്ച് നേരം യാത്ര ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഈ മക്കത്തേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തലപ്പാവും അദ്ദേഹം കൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു തവണ മക്കത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു അറാബിയായ മനുഷ്യനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഈ അറാബിയായ മനുഷ്യൻ്റെ അടുത്ത് വാഹനം നിർത്തിയിട്ട് ചോദിച്ചു, അലസ്തബ്ന ഫുലാൻ ഇബ്നു ഫുലാൻ, നീ ഇന്ന ആളുടെ മകൻ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അറാബി അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ തിരിച്ചറിഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഈ കഴുതപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി. എന്നിട്ട് ഈ അറാബിയായ ഒരു മനുഷ്യൻ, അറാബി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ നാട്ടിൽ സാധാരണക്കാരൻ എന്നൊക്കെ പറയാം അല്ലേ, ഒരു ഗ്രാമീണവാസി. ഈ അറാബിയായ മനുഷ്യനെ ആ മനുഷ്യനെ ഈ കഴുതപ്പുറത്തേക്ക് കയറ്റിയിട്ട് ഇത് നീ എടുത്തോളൂ, ഇതിന് മേലെ നീ യാത്ര ചെയ്തോ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പ്രിയപ്പെട്ട എല്ലാ യാത്രയിലും കൊണ്ടുപോകുമായിരുന്ന ഈ തലപ്പ അതും അദ്ദേഹം അയച്ചിട്ട് ഈ അറാബി കൊടുത്തിട്ട് ഇതും നീ കെട്ടിക്കോ, ഇതും നീ എടുത്തോ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കൊക്കെ അത്ഭുതം. അവർ ചോദിച്ചു, ഗഫറല്ലാഹു ലക, അല്ലാഹു അങ്ങേക്ക് പുറത്തു തരട്ടെ, എന്തിനാ ഇത്രയും ഓവർ? സാധാരണ ഒരു അറാബിയല്ല, എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ പോരായിരുന്നോ? എന്തിൻ്റെ പേരിലാണ് അങ്ങ് അദ്ദേഹത്തിന് ഇത്രയും വലിയ 2 സാധനങ്ങൾ നൽകിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സിലത്തുർ റജുലി അഹ്ല വുദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയ. ഒരു ആൾ മരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ
നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ആ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്മ ചെയ്യുക എന്നതിനേക്കാൾ പരിപൂർണമായ നന്മ വേറെ ഒന്നുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആറാബിയുടെ വാപ്പ എൻ്റെ വാപ്പയുടെ ചങ്ങാതിയായിരുന്നു എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? വാപ്പ മരിച്ചതിന് ശേഷം വാപ്പയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്മ ചെയ്യുന്നതിനേക്കാൾ പരിപൂർണമായ വേറൊരു ബിറുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എൻ്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എൻ്റെ വാപ്പയുടെ ചെങ്ങായാണെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ ഞാൻ എന്തും കൊടുത്ത് അയാളെ ബഹുമാനിക്കും. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങനെ പിൻപറ്റും. അതാണ് ഇത്തിബാ. ഇൻഷാ അല്ലാഹ് ആ ഒരു ദർജയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് തിരിച്ചറിയണം. രണ്ടാമത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഫ്രണ്ട്ഷിപ്പിന് നൽകുന്ന വാല്യൂ ആണ്, മഹത്വമാണ്. അതായത് മരിച്ചതിന് ശേഷവും ഒരാളുടെ ചങ്ങാത്ത ബന്ധം അവസാനിച്ചു പോകുന്നില്ല. മറിച്ച് അയാളുടെ മക്കൾക്ക് ഇയാളോട് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോട് നന്മ ചെയ്യണം? ജീവിച്ചിരിക്കുന്ന അയാളുടെ സുഹൃത്തുക്കളോട് നന്മ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് ഇസ്ലാം വളരെയധികം വാല്യൂ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉഹദിൻ്റെ രണാങ്കണത്തിൽ അടുത്ത സംഭവം നമ്മൾ പറയാൻ പോകുന്നത്, ഉഹദിൻ്റെ രണാങ്കണത്തിൽ പോരാടി സ്വന്തം ജീവൻ അർപ്പിച്ച് ഷഹാദത്ത് വരിച്ച ആ മണ്ണിൽ മരണപ്പെട്ട് വീണ, ഷഹീദായി വീണ 2 ചങ്ങാതിമാരെ കുറിച്ചാണ്. അപ്പോൾ കണക്ഷൻ മനസ്സിലായോ? ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയെക്കുറിച്ചാണ്. 2 ചങ്ങാതിമാരെ കുറിച്ചുള്ള സംഭവങ്ങളാണ്, ചരിത്രങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. അവസാനം ഈ കഥക്ക് നമ്മൾ പേരിടുന്നത് മരണത്തിലും അവസാനിക്കാത്ത ചങ്ങാത്തം എന്നാണ് പേരുണ്ട് കഥക്ക്. എന്താ? മരണത്തിലും അവസാനിക്കാത്ത ചങ്ങാത്തം. അവരുടെ ചരിത്രം എന്തായിരുന്നു? ആരൊക്കെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എന്തുകൊണ്ട് മരണത്തിലും അവരുടെ ചങ്ങാത്തം അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സംഭവത്തിലുള്ള ബന്ധം എന്താണ്, റോൾ എന്താണ് തുടങ്ങിയ ആവേശകരമായ ചരിത്രം സംഭവം ഇൻഷാ അല്ലാഹ് പറയണം. അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഏകദേശം സമയമായതുകൊണ്ട് നിർത്താം. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെ അടുത്ത ക്ലാസ്സിൽ വരണം. ഇപ്പം ലീവാണല്ലേ, സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കൊക്കെ ലീവാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിനും ഈ ഒരാഴ്ച ലീവാണ്. അപ്പോൾ സാധാരണ ലീവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് ഒരാഴ്ച ലീവാക്കലുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ലീവാക്കാൻ എവിടെയെങ്കിലൊക്കെ യാത്ര പോകാൻ ഞാൻ നിയത്താക്കിയത്. പക്ഷേ ഇത്രയും ആവേശകരമായ ചരിത്രം പറയാനുള്ളതുകൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി വെച്ചിട്ട് എന്തായാലും അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തെ ആഴ്ച നമ്മൾ ഏതായാലും മുടക്കണ്ട. അപ്പോൾ നിങ്ങളും ഇൻഷാ അല്ലാഹ് അത്യാവശ്യം മാറ്റിവെക്കാൻ പറ്റുന്ന തടസ്സങ്ങളാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് വളരെ ആവേശത്തോടു കൂടി തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരണം. അപ്പോൾ മരണത്തിലും അവസാനിക്കാത്ത ചങ്ങാത്തത്തെക്കുറിച്ച്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച്, അതൊരു ഉഹദിൻ്റെ രണാങ്കണവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശാലമായിട്ട് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി തരുമാറാകട്ടെ. നമുക്ക് നല്ലവരായി ജീവിച്ച് അവനെ തഖ്വ ചെയ്ത് അവൻ്റെ കൽപ്പനകളൊക്കെ പൂർത്തിയാക്കി മുഅ്മിനീങ്ങളായി ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിച്ച് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.